കുറച്ച് പലാവ് ഉണ്ടാക്കാനാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് പട്ടയും ഏലയ്ക്ക് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ അത് വഴന്നട്ടെ. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി കുതിർത്തി വെച്ചതാണ്. രണ്ട് പാത്രം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മസാല ഉണ്ടാക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി ഇട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ അത്യാവശ്യം ചുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കണം. നല്ലപോലെ വഴന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കടലയും ഗ്രീൻ പീസും കൂടി മുളപ്പിച്ചതാണ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്നത് വേവട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീര അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. അതേപോലെ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. മസാല റെഡി ആയിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ചോറ് പാർത്തല്ല. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചോറിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ വെക്കാം. നമ്മുടെ പലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.